ശബരിമലയിലെ പ്രശസ്തമായ പുണ്യം പൂങ്കാവനം പദ്ധതിയുടെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന അനാവശ്യ വിവാദങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് എഡിജിപി പി വിജയന് സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയും ക്ലീൻചിറ്റും. പദ്ധതി നടത്തിപ്പിലോ മേൽനോട്ടത്തിലോ യാതൊരുവിധ വീഴ്ചകളും ഇദ്ദേഹത്തിന് സംഭവിച്ചിട്ടില്ലെന്ന് വ്യക്തമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടി. ഇതിന് പിന്നാലെ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിക്കൊണ്ട് UDF സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ ശുചിത്വ പരിപാലന പ്രസ്ഥാനം മാതൃകാപരമായ ഒരു സാമൂഹിക കൂട്ടായ്മയാണെന്ന് സർക്കാർ വിലയിരുത്തുന്നു. സ്പെഷ്യൽ കമ്മീഷണർ PJ മജുംദാർ സമർപ്പിച്ച സമഗ്രമായ റിപ്പോർട്ട് പരിഗണിച്ചാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈ നിർണായക തീരുമാനം. സ്പെഷ്യൽ കമ്മീഷണർ ഓഫീസിന്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇനി മുതൽ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. പദ്ധതിക്ക് പൂർണ്ണ തുടർച്ചാനുമതി നൽകിയതിനൊപ്പം തന്നെ ശബരിമലയുടെ ചീഫ് പോലീസ് കോർഡിനേറ്ററായി ക്രമസമാധാന ചുമതലയേറ്റുള്ള ADGP പി വിജയനെ സർക്കാർ നേരത്തെ നിയോഗിച്ചിരുന്നു. ജയിൽ മേധാവിയായി സ്ഥലം മാറിപ്പോകുന്ന S ശ്രീജിത്തിന് പകരക്കാരനായിരുന്നു വിജയന്റെ വീണ്ടുമുള്ള ഈ കടന്നുവരവ്. മുൻ MR അജിത് കുമാറിന് പകരമായിരുന്നു ശ്രീജിത്ത് ഈ സ്ഥാനത്തേക്ക് എത്തിയിരുന്നത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ മുഴുവൻ സന്നാഹങ്ങളെയും പ്രവർത്തനങ്ങളെയും വിജയൻ നേരിട്ട് ഏകോപിപ്പിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. മുൻപ് 2011 പമ്പയിലും സന്നിധാനത്തും സ്പെഷ്യൽ ഓഫീസറായി സേവനമനുഷ്ഠിച്ച കാലത്താണ് പി വിജയൻ ഈ വിപ്ലവകരമായ പദ്ധതിക്ക് രൂപം നൽകിയത്. അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരെ പ്രത്യേക പ്രശംസയും ജനശ്രദ്ധയും പിടിച്ചുപറ്റാൻ ഈ സംരംഭത്തിന് സാധിച്ചിരുന്നു. ശബരിമല തീർത്ഥാടന കേന്ദ്രത്തെയും പവിത്രമായ പൂങ്കാവനത്തെയും പൂർണ്ണമായും മാലിന്യമുക്തവും പ്ലാസ്റ്റിക് രഹിതവുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള പോലീസ് കമ്മ്യൂണിറ്റി പോലീസിംഗ് രീതിയിൽ ഈ പദ്ധതി ആവിഷ്കരിച്ചത്. അയ്യപ്പ ഭക്തർ ഇരുമുടിക്കെട്ടിലും യാത്രയിലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് തടയുക, കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ സ്വയം തിരികെ കൊണ്ടുപോകാൻ അവരെ ബോധവൽക്കരിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. കൂടാതെ പമ്പാ നദിയിൽ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നതും സോപ്പും എണ്ണയും ഉപയോഗിച്ച് നദി മലിനമാക്കുന്നതും പൂർണ്ണമായും തടയാൻ പദ്ധതി വഴി സാധിച്ചിരുന്നു. ശുചീകരണം കേവലം ജീവനക്കാരുടെ മാത്രം കടമയല്ലെന്നും ഓരോ ഭക്തന്റെയും ഉത്തരവാദിത്തമാണ് എന്നുമുള്ള വലിയ സന്ദേശമാണ് ഈ സംരംഭത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. പുതിയ ഉത്തരവോടെ ഉയർന്ന ആരോപണങ്ങളെല്ലാം പടിക്ക് പുറത്താവുകയും പദ്ധതി കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യും. ശബരിമലയുടെ വിശുദ്ധിയും പരിസ്ഥിതി സംരക്ഷണവും മുൻനിർത്തി ആരംഭിച്ച ജനകീയ സംരംഭത്തിനെതിരെ ഉയർന്ന വ്യാജ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കുമുള്ള ശക്തമായ മറുപടിയാണ് ഈ നിർണായകമായ തിരിച്ചുവരവ്. സർക്കാരിന്റെ ഈ ഉത്തരവും വ്യാജ പ്രചരണങ്ങൾക്ക് ചെവികൊടുക്കാതെ പദ്ധതിയുടെ ദീർഘവീക്ഷണവും വിജയന്റെ സേവന മികവും തിരിച്ചറിഞ്ഞ് അധികാരം തിരികെ ഏൽപ്പിച്ചതിലൂടെ പോലീസിന്റെ മനോവീര്യം ഉയരുകയാണ് ചെയ്യുന്നത്. വരും തീർത്ഥാടന കാലങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി സന്നിധാനവും പമ്പയും ശുചിയായി സൂക്ഷിക്കാനും അയ്യപ്പ ഭക്തർക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ ഉറപ്പാക്കാനും ഈ തീരുമാനത്തിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്.